Dios, welcome back to our family. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇന്ന് നമ്മുടെ ശിവബേബിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നത്തെ മെയ് 16-ാം തീയതിയാണ് ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കുട്ടീൻ്റെ. അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാശിന് ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു കേട്ടോ നാട്ടിൽ വെച്ചിട്ട്. അന്ന് തന്നെ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രാൻഡായിട്ടാണ് നടത്തിയത്. അന്ന് എൻ്റെ ഡ്രസ്സിന് മാത്രം ഏതാണ്ട് 32,000 രൂപയായിരുന്നു റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പൈസകളുടെ അഹങ്കാരം. സത്യത്തിൽ അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷത്തിന് പൊട്ടി പാവസായിപ്പോയി. ഒരു ലേഡിക്ക് പൈസ കൊടുത്താണ് അവർ വെട്ടിച്ചുകൊണ്ടേ. ശരി 28 ലക്ഷം രൂപ പിടിപ്പിച്ചിട്ട് വെട്ടിച്ചുകൊണ്ടു. അതിൻ്റെ പുറത്ത് കടമായി. ശിവേനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്തേക്ക് ഞങ്ങൾ നല്ലൊരു 30-40 ലക്ഷം രൂപയുടെ കടത്തിൽ നിൽക്കുമായിരുന്നു. ഒരു വർഷം കൊണ്ടിട്ടാണ് ഞാൻ വാങ്ങി. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ നിന്ന് 19 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഞാൻ കൊടുത്തത് ഒരു വർഷം കൊണ്ടിട്ടാണ് ഞാൻ കറക്റ്റ് ആ ഒരു എമൗണ്ട് കൊടുത്ത് തീർത്തത്. അയ്യോ, പലിശ ഒന്നും കൊടുത്തില്ല കേട്ടോ. പലിശ പറഞ്ഞിട്ടായിരുന്നു മേടിച്ചത്. പക്ഷേ അവർ നമ്മളെ പലിശ പോയപ്പോഴത്തേന് ഉള്ള മുതൽ എങ്ങനെയും കൊടുക്കാനുള്ള വകുപ്പ് നോക്കാമെന്നുള്ളായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് പോയി. ഗോൾഡ് കുറേ പണയം പോയി. വണ്ടി ഉണ്ടായിരുന്നു, 2 വണ്ടി ഉണ്ടായിരുന്നു, 3 വണ്ടി ഉണ്ടായിരുന്നു, 2 എണ്ണം വിറ്റു. അങ്ങനെ ആകാൻ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ ചേച്ചീനെ. അവർ കാര്യമായിട്ട് കൂടെ നിന്നിട്ട് ചതിച്ചതാണ്. അവരെ ആരോ പറ്റിച്ചു എന്നാണ് അവരിപ്പോഴും പറയുന്നത്. അല്ല അവരങ്ങനെ ഒരു സ്ഥിതിയല്ല. അവർ കാര്യമായിട്ട് പറ്റിച്ചതാണ്. എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. കുറേ പേര് കേസ് കൊടുത്തു. പിന്നെ എനിക്ക് കേസിൽ വാങ്ങിക്കുന്നൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടിട്ട് അഹങ്കാരം. പലിശ കിട്ടുമല്ലോ എന്ന് മോയിച്ചല്ലേ കൊടുത്തത്. അപ്പം അതൊക്കെ വരുത്തുള്ളൂ. ദൈവം തന്നാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകണേ. ശിവയുടെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഡെലിവറി കഴിഞ്ഞു റൂമിൽ വന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആരുടെയൊക്കെ വായ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ. പ്രഗ്നൻസി ടൈമിലൊന്നും സമാധാനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാശിയുടെ സമയം പക്ഷേ ഭയങ്കര കൂളായിരുന്നു. ഇത് ഈ കാര്യം കൊണ്ടിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ ക്യാഷ് പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പുറത്താണ് അത്ര ഇതായിപ്പോയത്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ലൈഫായിരുന്നു. അവർ മനഃപൂർവ്വം എനിക്ക് വയ്യ. ഇനി അതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇമോഷണലാവും. അങ്ങനെ കാശിയുടെ ബർത്ത്ഡേ ഇവിടെ വെച്ചായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ. അമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് നടത്തിയത്. ഇവിടെ ഞാൻ നടത്തണമെന്ന് വിചാരിച്ചിട്ടിരുന്നതല്ല കേട്ടോ. ഇന്ന് ഗോകുലത്ത് ഞാൻ പറഞ്ഞു ഗോകുൽ കേക്ക് മേടിക്കണം, നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം, അത്രേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ ആ കുറിച്ച് പറഞ്ഞു ഇവിടെ കാശിയുടെ ബർത്ത്ഡേ നടത്തിയിരുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ വെച്ച് നടത്താൻ. ഞാൻ പറഞ്ഞു വേണ്ട. എന്തായി? ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു. എന്നെ ഞാനക്ക് പോകാൻ പറ്റില്ല. ആർക്കും പൈസ കൊടുത്തു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ ഇന്ന് എന്തെങ്കിലും നടന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മളും ഗോകുലിന്റെ കൂട്ടുകാരും മാത്രം. ദൈവമേ, എല്ലാവർക്കും കൂടി ഞാൻ ഈ ബിരിയാണി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും നടക്കില്ല. രാവിലെ ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ട് അരി മേടിച്ചുകൊണ്ട് വരണേ, ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരണേ. ഫ്രോസൺ ചിക്കൻ അല്ലേ ഇവിടെ കിട്ടുന്ന. ആ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഐസ് പോകില്ല എന്ന് പറഞ്ഞു. 3 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 3 മണിയായിട്ട് വന്നില്ല. 4:30 വന്നത്. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഗോകുൽ തന്നെ അടുക്കളയിൽ കയറി ചിക്കനൊക്കെ കട്ട് ചെയ്ത് കറിയൊക്കെ വെച്ച് സെറ്റാക്കി ബിരിയാണിയുടെ എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. മൊത്തം കുളമാക്കി വെച്ചിരുന്നു. പിന്നെ ഞാൻ അതിനകത്ത് എന്തൊക്കെയോ തട്ടിയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ. അപ്പോൾ വരാനുണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യ. ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഞാൻ അവിടെ പുറത്ത് ഡെക്കറേഷൻ കാണില്ലേ, ഞാൻ കാണിച്ചു തരാം. സത്യത്തിൽ ഞാൻ അറിഞ്ഞല്ലോ. കുഴഞ്ഞാന്നാ ചോദിച്ചു. പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ. ഇന്നലെ ഇവിടെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലുള്ളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും പോലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കുട്ടി ഫംഗ്ഷൻ പോലെ നടത്താം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഇന്നത്തെ ദിവസം സദ്യ വെച്ചില്ല. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ബേബീൻ്റെ നാൾ വരുന്നത് ജൂൺ 2-ാം തീയതി. അപ്പോൾ അന്നത്തേന് സദ്യയൊക്കെ ആക്കാം എന്നൊരു പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെക്കറേഷൻ. ഗോകുലിന് കൂട്ടുകാരനോട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് വരുന്നത് ഇതാണ്. ഇതൊരു കോഫി ഫ്ലേവറായിരുന്നു. ഈ സൈഡിലൊക്കെ അവിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ എന്ത് കേക്കാണെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല.
നിയാസേ, വാടാ. വാ, കേക്ക് മുറിക്കാം, വാ. കേക്ക് അപ്പ മുറിക്കുന്ന ഞാനല്ല. അന്ന പപ്പ മുറിക്കട്ടെ. അപ്പ കേക്ക് മുറിക്കട്ടെ. കാശ് പോണ, കേക്ക് പോണ. ആണ് ഹാപ്പി ബർത്ത്ഡേ. ശിവന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ നമുക്ക്? മമ്മി എടുക്കാം. മമ്മി എടുക്കും. മമ്മി എടുക്കും. ഹാപ്പി ബർത്ത്ഡേ അപ്പയുടെ പൊന്നു വാടാ. ചെല്ല്. നമുക്ക് കേക്ക് മുറിക്കാം. ഞാൻ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ദേ, 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 ദേ. കത്തി ആ ഇതാ ബേബിനെ കൂട്ട്. നാ, ബേബിനെ കൂട്ട്. ബേബിന്റെ കൈപ്പിടി. ബേബിന്റെ കൈ പിടി. ബേബിന്റെ പറ്റിയല്ലേ പൊന്നാ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ, ഇനിങ്ങനെ. മതിയുടെ അടുത്ത് വായിച്ചു നാ, നാ. അവനടാ. ഏയ്, നാ, കേച്ചു. ബേബിക്ക് വെച്ച് കൊടുത്തേ. ഒരു കഷ്ണം മുറിച്ച് ബേബിക്ക് വെച്ച് കൊടുത്തേ. കഷ്ണം ബേബിക്ക് വെച്ച് കൊടു. ഒരു കഷ്ണം എടുത്ത് ബേബിക്ക് വെച്ച് കൊടു. ബേബിക്ക് കൊടു. ഒരു കഷ്ണം എടുക്ക്. ബേബിക്ക് വെച്ച് കൊടു. ബേബി കൊടുക്കടാ. ബേബി കൊടുന്ന. ഗുഡ് ബോയ്. ഞാൻ ബേബിക്ക് കൊടുക്കട്ടെ. കിട്ടിയില്ല. ഇവിടെ നിർത്തട്ടോ. മതി. മനിയാസ് കൊടുത്തോ. ഉള്ളിക്കൊട്ടാ അങ്ങനെ എങ്ങനെയുണ്ട് പോയ അപ്പൊ ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പൊ അവൻ കയറി ഉണ്ടാക്കിയതാ. എന്നിട്ട് എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ കൊള്ളത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ മുളക് പൊടി കൂടിയതാ. ബാക്കിയോ ചിക്കൻ അവിടെ ഗോ കുട്ടി കുട്ടി ഗ്ലാസ്സുകൾ അവിടെ. അതിൻ്റെ അകത്തായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുക. കഴിഞ്ഞ വർഷം. അയ്യോ, ഇതിൻ്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റൊക്കെ കത്തു കേട്ടോ. അപ്പം എന്താ പറയുക, ബർത്ത്ഡേ അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും നടത്തില്ല. ഞാൻ ഗോകുവോട് പറഞ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ ഗോകു ഇത് കണക്ക് കാശിയുടെ ബർത്ത്ഡേ നടത്തിയ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും ഒരുപാട് പേരുണ്ടാവില്ല. കാര്യം അമ്മയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അമ്മ ഇവിടെ 10-16 വർഷമായതാണ്. സോ അമ്മയ്ക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അവരെയൊക്കെ എനിക്കറിയാം. അപ്പം അമ്മ ഇല്ലാത്തപ്പോൾ ഞാൻ അവരെ പറയാൻ ശരിയല്ലല്ലോ. അതുകൊണ്ടിട്ട് ഒരു ആൻറ്റി ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിനെ വിളിച്ചു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. ആ ആൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വ്ളോഗിലൊന്നും കണ്ടു കാണത്തില്ല. കാശിൻ്റെ ബർത്ത്ഡേക്കൊന്നും ഇല്ലായിരുന്നു ആൻറ്റി. അപ്പോൾ ആ ആൻറ്റി വിളിച്ചിരുന്നു. ആൻറ്റി ഹസ്ബൻഡോട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇപ്പം ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല സത്യത ഉണ്ടാക്കിയത്, ഗോകു ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേന് ഞാൻ രാവിലെ കൊണ്ടുവന്നെ. എനിക്ക് രാവിലത്തെ മെസ്സൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് രാവിലെ ഫുഡ് ആക്കിയിട്ട്
രാവിലെ തൊട്ടിട്ട് രാത്രി വരെ പണിതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. പിള്ളേരുടെ കൂടെ കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ. സോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്നില്ല. കൊണ്ടുവരാത്തോണ്ടിട്ട് ഞാൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കയറി കിടന്നു. അങ്ങനെ ആരും ഇത്രയും ഗ്രാൻഡായി ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അതുകൊണ്ടിട്ട് ഞാൻ കയറി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അടുക്കളയൊക്കെ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനും പിള്ളേരോട് അകത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അടുത്ത് വെച്ചാൽ ഈ കറി കൊള്ളാവോ, ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ വായിൽ വെക്കാൻ കൊള്ളില്ല. പിന്നെ ഞാൻ കയറിയിട്ട് അത് എന്തൊക്കെയോ ഒരു പരുവാക്കി എടുത്ത്, ലൈക്ക് ഒരു ഹൈദരാബാദി ബിരിയാണി സ്റ്റൈലിലൊക്കെ ആക്കിയെടുത്ത് എന്തായാലും സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടിട്ട് കുളമായത് നല്ല രീതിയിലാക്കി എടുത്ത് എന്തായാലും. പിന്നെ വെജ് കഴിക്കുന്ന ചേട്ടന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് മേടിച്ചു. പിന്നെ കുറേ പേരുണ്ടായിരുന്നു, ഒരു 10-15 പേരുണ്ടായിരുന്നു. ഗോകുലിൻ്റെ കൂട്ടുകാർ തന്നെയാണ് കേട്ടോ. എനിക്കിവിടെ അങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും, ഞാൻ അങ്ങനെ ഒരുപാട് കോണ്ടാക്റ്റ് ഒന്നും വെക്കുന്ന ആളല്ല, പക്ഷെ നല്ല കോണ്ടാക്റ്റ് വെക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഒരു 1ാം ക്ലാസ് തൊട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള കൂട്ടുകാരല്ല ഇപ്പോഴും എനിക്കിപ്പോഴും കൂട്ടുകാരായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പക്ഷേ പുതിയ സൗഹൃദങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കണക്ക് കാശിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു എനിക്കിത് ബുട്ടിക്ക് ഉണ്ടായിരുന്നു, ഓൺലൈൻ ബുട്ടിക്ക്, ഡ്രസ്സ് വാങ്ങാവുന്നതാണ്. അവരാണ് എൻ്റെ പൈസ പിടിച്ചുകൊണ്ട് പോയത്. സോ അതുകൊണ്ടിട്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടിട്ട് ഞാൻ ആരെ അടുപ്പിക്കൂല. ഇപ്പോൾ എനിക്ക് പേടി കൊണ്ടിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ വേറെ എന്താ പറയുക, ബർത്ത്ഡേ നല്ല രീതിയിൽ ഞാൻ കടന്നുപോയി. ശിവയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര കുരുത്തക്കാരാണ്, ഭയങ്കര വികൃതിയാണ്. അയ്യോ എൻ്റെ പൊന്നോ, ചില സമയത്ത് ഇവൻ ഭയങ്കര ശിവ ഇരുന്ന് കരയാണ്. കാശി എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവൻ കരയുന്നത്. പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത് കാശി ചെയ്യാനുള്ള റീസൺ പുള്ളിക്കാരെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തിട്ടായിരിക്കും കാശിയുടെ കയ്യിൽ നിന്ന് അടി പിടിച്ചിട്ട് കരയുന്നതെന്ന്. പിന്നെ ശിവൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര അലച്ചിലും വലച്ചിലും ഒക്കെ ആയിരുന്നു. ഈ ഒരു വർഷം അത് കണക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നിൽക്കുന്നൊരു ആറ്റ്മോസ്ഫിയർ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം ശരിയാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ശിവനെ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത് ഒരു 2.5 മാസം കഴിഞ്ഞ്. ശിവന് ഭയങ്കര കോയിൻസിഡൻസ് ഉണ്ടായി കേട്ടോ. അന്ന് കാശിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രിയിൽ എനിക്ക് പീരീഡ്സ് ആയി. അതായിരുന്നു എൻ്റെ LMB വന്നിട്ടുണ്ടായത്. പിറ്റേ മാസം എനിക്ക് പീരീഡ്സ് ആയില്ല, അതിൻ്റെ പിറ്റേ മാസം എനിക്ക് പീരീഡ്സ് ആയില്ല. ഓഗസ്റ്റ് 13-ാം തീയതി ആയിരുന്നു കാശിയുടെ ബർത്ത്ഡേ. അപ്പോൾ 2.5 മാസം ആയപ്പോഴാണ് ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്യുമ്പോഴത്തേന് പോസിറ്റീവ് കാണിച്ചു. ഓക്കെ, വീട്ടിൽ അന്ന് ഈ ചേച്ചി പൈസ വെച്ചുകൊണ്ട് പോയ സമയമാണ്. അതുകൊണ്ടിട്ട് കടവും കാര്യങ്ങളൊക്കെയാണ്, അലച്ചിലാണ്. ഇവരെ തിരക്കി അവിടെ പോകേണ്ടി വരും, ഇവിടെ പോകേണ്ടി വരും. സത്യത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് അറിയുന്നതിന് മുമ്പ് ഈ ചേച്ചിയെ തിരക്കി എറണാകുളത്തൊക്കെ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. അത്ര ദൂരം ലോങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോകുവിൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി ഒറ്റപ്പാലത്താണ്. അപ്പം അങ്ങോട്ട് പോയി അതൊക്കെ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പാണ് കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കറിയാം ഞാൻ ഇത് വീട്ടിൽ അവതരിപ്പിക്കുമ്പോഴത്തേന് വീട്ടിൽ വേണ്ട പറയും. കാര്യം കാശിക്ക് ഒരു വയസ്സേ ഉള്ളൂ. പിന്നെ ഈ ചേച്ചി പൈസ കൊണ്ടുപോയതിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ട് എന്തായാലും പറയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു പറയാൻ. പിന്നെ ഞാൻ എൻ്റെ നാത്തൂൻ്റെ അടുത്ത് പറഞ്ഞു, നാത്തൂൻ വഴിയാണ് പറഞ്ഞത്. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു വേണ്ട, അബോഷൻ അത് മതി എന്നൊരിതിലെത്തി. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നോക്കുന്ന കാര്യം നടക്കൂല. പിന്നെ കൊച്ചിനൊരു വയസ്സേ ഉള്ളൂ, കൊച്ചിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അമ്മ അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഗോകുവിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നിനക്ക് നോക്കാൻ പറ്റും, നീ നോക്കിക്കോ, ഓക്കെ ആണ്. അത് അങ്ങനെ ഒരു മൈൻഡാണ് അമ്മ. ഗോകുലിൻ്റെ ചേച്ചി കണക്കാണ്. മോളെ വീട്ടുകാരൊക്കെ പറയും വേണ്ടാന്ന്, നീ അതൊന്നും മൈൻഡ് ചെയ്യില്ല, നീ മുമ്പോട്ട് നോക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ അമ്മ വിളിച്ചിട്ട് അവിടെ ഗോകുലിൻ്റെ വീട്ടിൽ പറഞ്ഞു കേട്ടോ, വേണ്ടാന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോഴത്തേന് അവരൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിലേ എനിക്ക് 7 മാസം ഉള്ളപ്പോഴാണ് അമ്മ എൻ്റെ അനിയത്തിനെ പ്രഗ്നൻ്റ് ആവുന്നത്. എനിക്ക് വെറും 7 മാസം. ഇത് നോക്കിക്കഴിഞ്ഞാൽ സീനിയോറിറ്റി ഉണ്ട്. സീനിയോറിറ്റി അല്ല, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ കാശിക്ക് 1 വയസ്സായപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ്. കറക്റ്റ് 1 വയസ്സ്. അത് പറഞ്ഞപ്പോഴേ പറയാൻ വന്നത്. സെയിം ഇന്ന് മെയ് 16 എനിക്ക് ഇന്ന് പീരീഡ്സ് ആയി. ബട്ട് വേറെ ബേബീസിലൊന്നും നോക്കുന്നൊന്നുമില്ല കേട്ടോ. ശിവയെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതെന്താ അങ്ങനെ എനിക്കറിയത്തില്ല. 2 പിള്ളേരെ കാശിയുടെ ബർത്ത്ഡേയുടെ അന്ന് രാത്രിയിലാണ് പീരീഡ്സ് ആകുന്നത്. സെയിം ഇന്നതേ ഞാൻ അവിടെ ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് എനിക്ക് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ വാഷ്റൂമിൽ പോയി നോക്കുമ്പോഴാണ് സമാധാനമായി. പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ അടുത്ത ബേബി. നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിരുന്നു, സെറ്റിൽഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. ഉറപ്പായിട്ട് എനിക്ക് 3ാമത്തെ കുട്ടി അടുത്ത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നോക്കാൻ ഭയങ്കര പാടാണ്.
ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. വീട്ടിലായിരുന്നപ്പോഴത്തേന് വീട്ടിൽ അമ്മമ്മയുടെ അടുത്താണോ ശിവ കിടന്ന് ഉറങ്ങുന്നത്, ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ അടുത്താണ് കിടന്ന് ഉറങ്ങുന്നത്, ഇവരൊക്കെ നോക്കാനുണ്ട്, ഇവരെല്ലാം എടുത്തുകൊണ്ട് നടക്കും, അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര ഡിപ്പെൻഡഡ് ആയിരുന്നു. ഇപ്പോൾ ആരും ഇല്ലാതായപ്പോഴത്തേന് ലൈക്ക് അമ്മ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം ഞാനും പിള്ളേരും മാത്രമല്ലോ, അപ്പം അവരെയും നോക്കും, വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഇപ്പം തന്നെ ഒരു കാര്യം പ്രാപ്തിയൊക്കെ വന്നു. മേ ബി എനിക്ക് ഇനി 2 പിള്ളേരോട് ഉണ്ടായാലും ഞാൻ നോക്കും, പക്ഷേ എനിക്കിപ്പം പറ്റില്ല, വേണ്ടാത്തോണ്ടിട്ടാ. ഇങ്ങനെയൊക്കെയാണ് പോണത്. കാശിയുടെ കാര്യം ഇതൊക്കെയാണ് കേട്ടോ. ഭയങ്കര സമാധാനം നിറഞ്ഞൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. കാശിയുടെ സമയം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചു. കാശിക്ക് ഞാൻ ഒന്നിനും ഗൂഗിളിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ലായിരുന്നു. ഡെലിവറിയുടെ ടൈമിൽ ഹോസ്പിറ്റലിൽ പോകാനായാലും ഞാൻ അങ്ങനെ ഗൂഗിളിനോട് ക്യാഷ് ചോദിക്കില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഒപ്പിച്ച് വെക്കുന്ന ക്യാഷ് ഉണ്ടാവും. ഓൺലൈൻ ബുട്ടിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബസ് കയറിയായിരുന്നു സാധനം എടുക്കാനും ത്രെഡ് എടുക്കാനും ഒക്കെ പോണത്. ഞാൻ രാവിലെ സ്റ്റിച്ച് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരട്ടെ. ഒരു 8ാം മാസം വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. കാശിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ഒപ്പിച്ച് വെച്ചു, ഗോൾഡ് എല്ലാം എടുത്തു വെച്ചു. ആരോടും പറഞ്ഞില്ല, ഗോകുലിനോട് പോലും പറഞ്ഞില്ല. കൈച്ചെയിനും കരിവളയും കരിമണിയുടെ വളയില്ല, അത് അരഞ്ഞാണം മാത്രം ഗോകുൽ വന്നിട്ട് പോയി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രം പോയി എടുത്തു. എല്ലാ സ്ഥലം മാല അമ്മ മേടിച്ചു, കാൽത്തള ഗോകുലിൻ്റെ ഫാമിലി മേടിച്ചു. സോ ബാക്കി എല്ലാം ഞാൻ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അഡ്മിറ്റ് ആവാൻ മുമ്പ് ഗോകുലിന് ടിക്കറ്റ് എടുത്തിട്ട് അവന് ഗോകുൽ കയറി വരണമെന്ന് പറഞ്ഞു. നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി പോരാമല്ലോ. അങ്ങനെയായിരുന്നു കാശിയുടെ സമയം. കാശിയുടെ ബർത്ത്ഡേ അതേപോലെ ആയിരുന്നു. ഭയങ്കര സേവിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഗ്രാൻഡായിട്ട് നടത്തിയിട്ടൊരു കാര്യമില്ല. വരും കുറേ ആൾക്കാർ, നമ്മൾ വിളിക്കുന്നവരൊക്കെ വരും, നമ്മുടെ ബന്ധുക്കൾ തന്നെ അയൽക്കാർ തന്നെയാണ്. പക്ഷെ വന്നിരുന്ന് കണ്ടിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിട്ട് പോകും. എൻ്റെ കാശിയുടെ ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഒരുങ്ങിയ ചേച്ചിയായിരുന്നു വന്നിട്ടുണ്ടായത്. അത് കൊളാബായിരുന്നു കേട്ടോ. മോഹന വിജയൻ വെച്ചു, ഈ സൂപ്പർ മേക്കപ്പാണ്, ഭയങ്കര അടിപൊളിയാണ് ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ഞങ്ങളുടെ അമ്മാമ്മയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. അവർ എനിക്ക് കണ്ടിട്ട് എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞു. നല്ലതല്ല പറഞ്ഞത്, എനിക്ക് എന്താ അഹങ്കാരമാണോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് ഞങ്ങളുടെ വല്യമ്മച്ച് കേൾക്കുകയും ചെയ്തു. അങ്ങനെയാണ് വരും. നമ്മൾ വിചാരിക്കും നമ്മളോട് നമ്മുടെ സന്തോഷത്തിൽ നിൽക്കുന്നതാണെന്ന്, പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടിട്ട് ആരും ഇല്ലാത്തതിനാണ് ഇപ്പം സമാധാനം. ആരുമില്ല എനിക്ക്. പക്ഷേ എൻ്റെ ഫാമിലിയിലും ഗോകുലിൻ്റെ ഫാമിലിയിലും ഗോകുലിൻ്റെ ചേച്ചി അമ്മേനൊക്കെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വേണമെന്നുണ്ട്. ഞങ്ങളുടെ അമ്മ, അനിയത്തി, വല്യമ്മച്ചി, ചേച്ചി, അവരൊക്കെ വേണമെന്നുണ്ട്. ബാക്കിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ മാത്രം നമ്മളോട് കാണത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നോക്കി ജീവിക്കുമെങ്കിലും പുറകെ നിന്നുകൊണ്ടിട്ട് വേറെയാണ് പറയുന്നത്. സോ ഇല്ലാത്തതിനാണ് നല്ലത്. ഇതൊക്കെയാണ് ശിവേൻ്റെ കാര്യം പറയാൻ. ശിവേൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മെൻ്റലി ഒരുപാട് ഡൗൺ ആയിരുന്നു. ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് വലഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അനുഭവിക്കാതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാൻ ഡെലിവറിയുടെ തലേന്ന് വരെ ഞാൻ ഇരുന്ന് ചീത്തവിളി കേട്ടിട്ടുണ്ട്. കാര്യം പൈസ മേടിച്ചില്ല അവർക്ക് കൊടുത്തിട്ട് ഇവർക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തന്നെയാണ് ഇന്ന് അങ്ങനെയല്ലേ അവർ പറയത്തുള്ളൂ. ഞാൻ വാങ്ങി അവിടെ കൊടുത്ത് പറയുന്നത് പലിശ വാങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അറിയാമെങ്കിൽ കൂടിയിട്ടും അതൊന്നും കേൾക്കില്ലല്ലോ. നമ്മളെ ഏൽപ്പിച്ച് തിരിച്ചു കൊടുക്കുക. എനിക്ക് പിന്നെ ഭയങ്കര നാണക്കേടാവും എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെയായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. പാവം ഗോകുലിനെ ഞാൻ ഒത്തിരി ഇട്ട് വലപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരും എൻ്റെ കൂടെ അതേ കണക്ക് നിന്നിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ ആ സിറ്റുവേഷൻ അതായിരുന്നല്ലോ, പ്രഗ്നൻസിയും കാശിയും എല്ലാം കൂടെ. പക്ഷേ എന്നിട്ട് ഞാൻ നല്ല സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ അത് ഹാൻഡിൽ ചെയ്തത്. എൻ്റെ സ്ഥലത്ത് വേറെ ഇല്ലായിരുന്നു. എൻ്റെ പൊന്നു ഇപ്പോഴും ഭേദമൊന്നുമില്ല, എന്നാലും ഭേദമാവും എന്നാണ് ഒരു വിശ്വാസം. എല്ലാം ഒരു വിശ്വാസം. നേരെ ചെറിയ പോകണം, നല്ലൊരു ലൈഫ്. ഇനിയൊരു മെയിൻ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വീടുണ്ട്. എനിക്കും വീടുണ്ട്, ഗോകുലിന് വീടുണ്ട്. ഗോകുലിന് കണ്ണൂരുണ്ട്, എനിക്ക് കൊല്ലത്തുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ട് ഇവിടെ അല്ലാണ്ടിട്ട് എറണാകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴ ആ സൈഡിലേക്ക് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. തമ്പുരാൻ സഹായിച്ചെല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം. എൻ്റെ ആഗ്രഹം ഇതാണ് കേട്ടോ. ഗോകുലിനെ എനിക്ക് അറിയത്തില്ല. ഗോകുലിന് എറണാകുളം തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഫ്ലാറ്റ് വാങ്ങി അവിടെ സെറ്റിൽ ആവാനായിരിക്കും. അപ്പം അമ്മേനെയും ചേച്ചിമാരെയൊക്കെ ഒരുമിച്ച് കൂടെ കൊണ്ട് നിർത്തണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് വീടാണ് ഇഷ്ടം, ഗോകുലിന് ഫ്ലാറ്റാണ് ഇഷ്ടം. എനിക്ക് ഉറക്കം വരുന്നത് അതിൻ്റെ കൂടുതൽ പീരീഡ്സ് ആയതിൻ്റെ വേദന. ഞാൻ പോയത് കുളിച്ചിട്ട് കിടന്നു. പാത്രം ഒരുപാടുണ്ട് കഴുകാൻ. ഞാൻ ഇത് കഴുകി വെച്ചിട്ട് കിടന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് പണിയാണ്. പക്ഷെ എനിക്ക് കഴുകാനെന്ന് എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം. ഇതൊക്കെ ഒന്ന് ഊരി കളഞ്ഞിട്ട് വേണം സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വയ്യ. അപ്പം ശരി.